ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ തമ്പനിയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ഫേസ് പാക്കാണ്. ഫേസ് പാക്കിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ കിച്ചണിൽ ഉണ്ടാകുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കണേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കി ബെറ്റർ റിസൾട്ടിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫേസ് പാക്കാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ 3 ഇൻഗ്രീഡിയൻറ്റ് ഇതൊക്കെയാണ്. 2 റുപ്പീസിൻ്റെ ഒരു ചെറിയ ബ്രൂവിൻ്റെ പാക്കറ്റ്, ഒരു നാടൻ കോഴിമുട്ട, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏതെങ്കിലും കോഴിമുട്ട ആയാലും മതി, പിന്നെ ഒരു പഴം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം. ഇത് 3ആണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. ബ്രൂവിൻ്റെ ഇത് പറയുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോഫി പൗഡർ യൂസ് ചെയ്യാം. ബ്രൂ തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഏതെങ്കിലും കോഫി പൗഡർ യൂസ് ചെയ്യാം. കോഴിമുട്ട തന്നെ വേണമെന്നില്ല, പക്ഷെ കോഴിമുട്ടയാണ് കൂടുതലും ബെറ്റർ റിസൾട്ടിന് നല്ലത്. കോഴിമുട്ട തന്നെ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ പഴത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പഴം ചേർക്കാം. ഞാനിവിടെ ചെറുപഴമാണ് ചേർത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേറെ റോബസ്റ്റ് ആണുള്ളത് അല്ലെങ്കിൽ ഏത്തപ്പഴമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്തോരാണ് യൂസ് ചെയ്യണേ ഓരോരുത്തരുടെ പർപ്പസ് അനുസരിച്ച് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് കൂട്ടാം, ക്വാണ്ടിറ്റി കൂട്ടാം. ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ നേരം യൂസ് ചെയ്യാനാണെങ്കിൽ വേണമെങ്കിൽ ബ്രൂ 2-3 പാക്കറ്റ് കൂട്ടാം, എഗ്ഗ് കൂട്ടാം, 2-3 ആക്കാം, ബനാനയുടെ അളവും കൂട്ടാവുന്നതാണ്. പിന്നെ ചിലവർക്ക് മുട്ടയുടെ മണം അത്ര പറ്റില്ല എന്നുണ്ടെങ്കിൽ മുട്ട 1 ആക്കാം, എന്നിട്ട് 2 ബനാന ആക്കാം. ബ്രൂവിൻ്റെ അല്ലെങ്കിൽ കോഫി പൗഡറിൻ്റെ സ്മെല്ല് പറ്റാത്ത ആളുകളാണെങ്കിൽ കോഫി പൗഡർ കുറയ്ക്കാം. എന്തായാലും ഈ 3 ഇൻഗ്രീഡിയൻസ് തന്നെ വേണം. ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ എന്തായാലും ഈ നമ്മൾ എഗ്ഗ് വൈറ്റ് മാത്രമാണ് കേട്ടോ ഈ ഫേസ് പാക്കിൽ വേണ്ടത്. പക്ഷേ ഒരു എഗ്ഗിൻ്റെ ഫുൾ വൈറ്റ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല, ഹാഫ് വൈറ്റ് എടുക്കുന്നുള്ളൂ. ഈ ഇത്രയും ഇൻഗ്രീഡിയൻ്റ്, ഒരു പഴം, ഒരു കോഴിമുട്ട, ചെറിയൊരു പാക്കറ്റ് കോഫി വെച്ചിട്ട് നമുക്കൊരു 4-5 പേർക്ക് ഫേസ് ആൻഡ് നെക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളൊരു ഫേസ് പാക്ക് ആയിരിക്കും, ജസ്റ്റ് ദീസ് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. നമ്മളിവിടെ പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നമ്മൾ അരിയേണ്ട ആവശ്യമില്ല, 2 കഷ്ണമാക്കിയിട്ട് ജാറിലേക്ക് ഇട്ടാൽ മതി. ഇവിടെ നന്നായിട്ട് പഴുത്ത പഴമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളെ കട്ട് ചെയ്ത് വെച്ച് കാണിച്ചെന്നേ ഉള്ളൂ. കൂടുതലും പഴുത്ത പഴം എടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലാവണം. ഇനി നമ്മൾ മുട്ടയുടെ വെള്ളയാണ്, എഗ് വൈറ്റ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മൾ ഫുൾ എഗ് വൈറ്റ് ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 3/4 എഗ് വൈറ്റ് എടുത്തിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റി വയ്ക്കുന്നത്. ബ്രൂവിൻ്റെ പാക്കറ്റ് നമുക്ക് അങ്ങനെ തന്നെ പൊട്ടിച്ചിടാം. അതാണൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. കോഫി പൗഡറാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പഴം വേണമെങ്കിൽ മാറ്റാം, അവരവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച്. നമുക്ക് ബനാന വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഏത് ബനാന എടുത്താലും പഴുത്ത ബനാന എടുക്കാൻ ശ്രമിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ, അതായത് നമ്മൾ ഈ ചട്നിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജാർ എടുക്കുക. ആ ജാറിലായിരിക്കും കൂടുതൽ, നമുക്ക് സൈസ് കുറവാണല്ലോ, ചെറിയ കുഞ്ഞു ഐറ്റം അല്ലേ ഉള്ളൂ, ചെറിയൊരു പേസ്റ്റ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം പഴം ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഗ് വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എഗ് വൈറ്റ് നേരത്തെ ബൗളിലുള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഇത്രയും ഞാൻ ആ ഒരു ബനാനയ്ക്ക് ഇത്ര എഗ് വൈറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തോരം ബനാനയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എഗ് വൈറ്റ് കൂട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രൂ നമ്മൾ ആ പാക്കറ്റ്, ആ ചെറിയ പാക്കറ്റ് ഫുള്ളും ഇടുന്നുണ്ട് കേട്ടോ. അത് ഫുള്ളും ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പേസ്റ്റാണ് നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ തന്നെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത്? അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. കോഫി പൗഡറിൻ്റെയും ബനാനയുടെയും കോഫി പൗഡർ, ബനാന ആൻഡ് എഗ് വൈറ്റിൻ്റെയും ഗുണങ്ങൾ
നമ്മുടെ ഫേസ് ഗ്ലോയ്ക്ക് പല പാക്കുകളിലും അല്ലെങ്കിൽ പല കെമിക്കൽസും ആഡ് ചെയ്തിട്ടുള്ള നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കുകളിലും ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വെച്ചിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതാണ് കൂടുതലും ലാഭകരം. നമുക്ക് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ബ്രൂ ആണെങ്കിലും 2 രൂപയുടെ പാക്കറ്റാണ്. കോഴിമുട്ടയും അണ്ടറിലൊരു 10 റുപ്പീസിന് കിട്ടും. ആൻഡ് ബനാന എല്ലാ കിച്ചണിലും നമ്മൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെയൊക്കെ മേടിക്കുമ്പോൾ ഒരു ബനാന ഒരു നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ പലരും അത് കഴിക്കാറില്ല, കളറൊക്കെ ചേഞ്ച് ആയാൽ. പക്ഷെ അങ്ങനെയുള്ള ബനാന കളയാതെ നമുക്ക് ഇങ്ങനത്തെ പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഒട്ടും തന്നെ അണ്ടർ 20 റുപ്പീസിൽ നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണിത്. നമ്മളിതിപ്പോൾ ക്വാണ്ടിറ്റി ഇപ്പോൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തോളമൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾ കെമിക്കൽസ് ആഡ് ചെയ്യാത്തത് കൊണ്ടും നമുക്ക് എല്ലാ ദിവസവും രാത്രി യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല കവറുള്ള പാക്കറ്റിൽ, അല്ലെങ്കിൽ നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന പാക്കറ്റിൽ കേട്ടോ. ആൻഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ടിന്നിൽ, നമുക്ക് ഫ്രീസറിലല്ല, ഫ്രീസറിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് യൂസ് ചെയ്ത് തീർത്താൽ മതി. അത് കൂടുതലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഒരാഴ്ചയിൽ നമുക്ക് യൂസ് ചെയ്ത് തീർക്കാൻ പറ്റിയ അത്ര ഉണ്ടാക്കുക. എല്ലാ ദിവസവും രാത്രി ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് എക്സ്പെൻസീവായിട്ട് മേടിക്കുന്ന പാക്കിലും ക്രീമിനേക്കാളും നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ് ഫോർ ഷുവർ. ഇതെല്ലാവരും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ പാക്കിനെ പറ്റി. അത്രയ്ക്കും കുറച്ച് വൈറലായിട്ടുള്ള ഫേസ് പാക്കാണിത്. മിക്ക ആളുകൾക്കും അറിയാമായിരിക്കും. ഇത് മിക്ക ആളുകളും വീട്ടിൽ ഈ വീഡിയോസ് ഒന്നും കാണാതെ തന്നെ ചെയ്തിട്ടുണ്ടാവണ ഒരു പാക്കാണ് ഈ ഫേസ് പാക്ക്. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതിൽ എഗ് വൈറ്റ് ചേർത്തേക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഒരാഴ്ച കൂടുതൽ ഇതെന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാഴ്ച തീർക്കും. ഇപ്പോൾ വീട്ടിൽ കൂടുതൽ ആളുകളുള്ളതാണ്, വീട്ടിൽ കൂടുതൽ പേര് യൂസ് ചെയ്യുന്നതാണെങ്കിൽ എത്ര പേരാണോ ഉള്ളത് അവർക്ക് ഒരാഴ്ചക്കുള്ളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ ഇതൊക്കെ 1 ടൈം യൂസ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന, അതായത് ഒരു കോഴിമുട്ടയുടെ പകുതി എഗ് വൈറ്റ്, ഒരു ചെറിയ ബനാന, ഒരു ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റ് വെച്ചിട്ട് ഒരു 5 പേർക്ക് ഫേസ് ആൻഡ് നെക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ. അപ്പോൾ അതനുസരിച്ച് ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിലും യൂസ് ചെയ്യാം. പിന്നെ കൂടുതൽ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്ത് ഇത് യൂസ് ചെയ്യണം, ബെറ്റർ റിസൾട്ട് കിട്ടും, പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കില്ല. നമ്മുടെ ഫേസിലൊക്കെ ഫേസ് ആൻഡ് നെക്കിലെ ടാനൊക്കെ പോകും ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ. ആൻഡ് കൂടുതൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ലൈക്ക് അണ്ടർ ആംസ് അല്ലെങ്കിൽ നമ്മുടെ നീസ് അവിടെയുള്ള കറുപ്പ്, അതായത് പിഗ്മെൻറ്റേഷനൊക്കെ മാറുമെന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് മാറുമെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. നമ്മുടെ ടാൻ റിമൂവലാണ് ഈ ഫേസ് പാക്കിൻ്റെ മെയിൻ കാര്യം. ടാൻ റിമൂവ് ആയിട്ട് കിട്ടും. അല്ലാതെ പിഗ്മെൻറ്റേഷൻ കുറക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യം നമുക്കിത് കൂടുതലും കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തത് ഇതാണ്. അല്ലെങ്കിൽ കൂടുതൽ എല്ലാം ഭയങ്കര മൈൽഡായിട്ടുള്ള സാധനങ്ങളാണ്. നമുക്കിത് ഹാൻഡിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഹാൻഡിൽ അത്യാവശ്യം ടാനൊക്കെ ഉണ്ട്, അതായത് ഫിംഗേഴ്സിൻ്റെ താഴെയായിട്ട് അത്യാവശ്യം ടാനൊക്കെ ആയിട്ടുള്ള ഒരു ഹാൻഡാണ്. ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, എന്നാലേ നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പാക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടാനുള്ള ഭാഗത്ത് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട, നമുക്കത് അത്യാവശ്യം വേണ്ടതുപോലെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്, എൻ്റെ ഹാൻഡൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് ഡ്രൈ ആയിട്ട്. നമുക്കിത് വാഷ് ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫിംഗേഴ്സിൽ എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുറച്ചും കൂടി ഡ്രൈ ആവാനുണ്ട്, എന്നാലും ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഉപയോഗിക്കാൻ നേരത്ത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഡ്രൈ ആകുമ്പോഴാണ് നമ്മൾ ഡ്രൈ ആകുമ്പോൾ എന്തെങ്കിലും മേക്കപ്പ് സ്പോഞ്ച് വെച്ച് എന്തെങ്കിലും റിമൂവ് ചെയ്യാൻ നോക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്തൊന്നും കളയേണ്ട ആവശ്യമില്ല ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ. ഏതെങ്കിലും മേക്കപ്പ് സ്പോഞ്ച് വെച്ചിട്ട് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ഭാഗത്തായിരുന്നു എനിക്ക് ടാൻ കൂടുതൽ. നമുക്ക് വാഷ് ഓഫ് ചെയ്യുമ്പോൾ നോക്കാം എങ്ങനെയാണ്, നന്നായിട്ട് നല്ല ചേഞ്ച് ഉണ്ടോ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വാഷ് ഓഫ് ചെയ്യാം. അതിന് മുന്നേ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. 1 വീക്ക്, അറ്റ്ലീസ്റ്റ് 1 വീക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാം. ഇനി നമുക്കിത് വാഷ് ഓഫ് ചെയ്തിട്ട് റിസൾട്ട് കാണാം. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഹാൻഡ് നന്നായിട്ട് ടാനൊക്കെ മാറിയിട്ടുണ്ട്. 1 ടൈം യൂസിൽ തന്നെ നല്ല ചേഞ്ച് ഉണ്ട് കൈ കാണാനായിട്ട്. അപ്പോൾ ഇത്രയും ചേഞ്ച് നമ്മുടെ ഹാൻഡിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തായാലും ബെറ്റർ റിസൾട്ട് ഇത് പ്രൊവൈഡ് ചെയ്യും. ഈ ഫേസ് പാക്ക് നമ്മൾ ടാൻ ഉണ്ടായിരുന്ന ബാഗൊക്കെ നോക്കിക്കുക, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫേസ് പാക്കാണ്. നന്നായിട്ട് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു നല്ല ടാനിങ് ഉണ്ടായിരുന്നത്, അതെല്ലാം 1 ടൈം യൂസിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.